WWE ഏറ്റവും അവസാനത്തെ ഇന്ത്യൻ ടി വിയിലെ ടെലികാസ്റ്റ് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡായിരിക്കും. ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡോടുകൂടി മാർച്ച് 31 സോണി സ്പോർട്സുമായിട്ടുള്ള WWE സംപ്രേക്ഷണാവകാശം അത് അവസാനിക്കാൻ പോകുകയാണ്. ഏപ്രിൽ 1 മുതൽ ഓൺലൈനിലെ ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെയായിരിക്കും ഇന്ത്യയിലും WWE റിലേറ്റ് ചെയ്തിട്ടുള്ള വീക്ക്ലി എപ്പിസോഡ്സായ റോ, സ്മാക്ഡൗൺ, NXT അതുപോലെ തന്നെ സ്പെഷ്യൽ ഇവൻറ്റ്സ് റസൽമേനിയ അടക്കമുള്ള ഷോസ് നമുക്ക് കാണാൻ സാധിക്കുക. ഏപ്രിൽ 1 ശേഷം വരുന്ന എല്ലാ വീക്ക്ലി എപ്പിസോഡ്സും നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. സോണിയിൽ ടെലികാസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറുന്നതോടുകൂടി ഒരു കാലഘട്ടം തന്നെ അവസാനിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കഴിഞ്ഞ 25 വർഷത്തിൽ അധികമായിട്ട് WWE റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും സോണിയിലൂടെ അല്ലെങ്കിൽ സോണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 സ്പോർട്സ് അടക്കമുള്ള ചാനലുകളിലൂടെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അതിൽ നിന്ന് മാറി ഇനി മൊബൈലിലെ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോൾ അത് നമ്മുടെ ആസ്വാദനത്തെ നല്ല രീതിയിൽ ബാധിക്കും. ടി വിയിലൂടെ മിനി സ്ക്രീനിൽ നല്ല ഒരു വൈബോട് കൂടി കണ്ടുവന്ന ആരാധകർ ചെറിയൊരു മൊബൈലിൻ്റെ ഒരു 5 ഇഞ്ച് വലിപ്പത്തിലേക്ക് മാറുമ്പോൾ അത് നല്ല രീതിയിൽ ആസ്വാദനത്തെ ബാധിക്കും. അത് നെറ്റ്ഫ്ലിക്സ് എന്തായാലും നല്ല രീതിയിൽ ഇപ്പോൾ ഏറ്റെടുക്കാൻ പോകുകയാണ്. നെറ്റ്ഫ്ലിക്സ് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ഡീലടക്കം വാങ്ങിയിട്ടുള്ളത്. അമേരിക്കയിലും UK കാനഡയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും നെറ്റ്ഫ്ലിക്സ് WWE റിലേറ്റ് ആയിട്ടുള്ള എല്ലാ സംപ്രേക്ഷണാവകാശം മേടിച്ചപ്പോഴും അവർ ഇന്ത്യയിലുള്ള ഒരു ഡീല് വേണമെന്ന് പറഞ്ഞത് ഇന്ത്യയിലുള്ള ജനസംഖ്യ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വ്യൂവർഷിപ്പ് ഉന്നം വെച്ചിട്ട് തന്നെയാണ്. കാരണം WWE അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് ഇന്ത്യൻ മാർക്കറ്റാണ്. ആ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ്ഫ്ലിക്സിനെ പോലെയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കാണികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കായിക വിനോദത്തെ മേടിക്കുമ്പോൾ അത് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് വലിയ പ്രോഫിറ്റ് നേടിക്കൊടുക്കും. ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിന് പിറകിലുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് സോണിയുമായിട്ടുള്ള ആ ഒരു ഡീല് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും എന്നിട്ട് WWE സംരക്ഷണാവകാശം മേടിക്കുകയുമായിരുന്നു. നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറുമ്പോൾ സോണിയിലൂടെ ലഭിച്ച അതേ ഒരു വ്യൂവർഷിപ്പ് നെറ്റ്ഫ്ലിക്സിന് ലഭിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ടി വിയിലൂടെ മാത്രം കണ്ടുവന്ന എത്ര കൂട്ടുകാർ ഇനി മൊബൈലിൽ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് കാണും എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും നാളത്തെ ലണ്ടനിൽ വെച്ച് നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡോടുകൂടി WWE ഇന്ത്യൻ ടി വിയിലെ അവരുടെ ടെലികാസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഇനി എല്ലാതും നെറ്റ്ഫ്ലിക്സിലൂടെ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് എത്ര കൂട്ടുകാർ കാണും അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ ടി വിയിലുള്ള ടെലികാസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.